ഡോക്ടർ, എനിക്ക് കുറച്ച് കാലമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പം അത് കാൽമലേക്ക് ഭയങ്കരമായിട്ട് വേദന. അപ്പോൾ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുറച്ചുകൂടി കഴിയുന്നേരം കാലിന് തളർച്ച വരുന്നു. അങ്ങനെ വല്ലതും ഉണ്ടാവും? ഓക്കെ. ഇപ്പൊ ഈ ചോദിച്ച പോലെയുള്ള ചോദ്യം സ്ഥിരമായിട്ട് ഒ പിയിലെ പേഷ്യൻസിനോട് ചോദിക്കാറുണ്ട്. നടുവിന് ഡിസ്ക് ബൾജ് വരുന്ന കേസുകളിൽ ഞരമ്പിന് കംപ്രഷൻ വരുന്ന സയാറ്റിക്ക എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതായത് സയാറ്റിക് നെർവിന് കംപ്രഷൻ വന്നിട്ട് നമുക്ക് നടുമുതൽ കാലിലേക്ക് വേദന വരിക, അല്ലെങ്കിൽ തളർച്ച വരിക, തരിപ്പ് വരിക. ഇങ്ങനെയുള്ള ഈ സയാറ്റിക്ക എന്ന് പറയുന്ന കണ്ടീഷൻ അൺട്രീറ്റഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുറേ കാലം കൊണ്ട് ഈ ഞരമ്പ് ഇങ്ങനെ കംപ്രസ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ പാരാലിസിസ് എന്ന് പറയുന്ന അവസ്ഥ, അതായത് കാല് തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പക്ഷേ വളരെ റയറായിട്ട് മാത്രം കാണുന്ന ഒരു കണ്ടീഷനാണ്. ഇതല്ലെങ്കിൽ പിന്നെ വരാൻ ചാൻസ് ഉള്ളത് കോഡ ഇക്വിന സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. നടുവിൽ തന്നെ ഡിസ്ക് ബൾജ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് കോഡ ഇക്വിന എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നെർവ്സ് കംപ്രസ് ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലോ ഒക്കെ നമ്മുടെ കാല് തളർന്നു പോകുന്ന പോലെ തോന്നുക, അല്ലെങ്കിൽ നമ്മുടെ മലമൂത്ര വിസർജനത്തിൻ്റെ കൺട്രോൾ പോകുന്ന അവസ്ഥ ഉണ്ടാവുക. അങ്ങനെയുള്ള കോഡ ഇക്വിന സിൻഡ്രോമിലും ഈ പാരാലിസിസിനുള്ള ഒരു ചാൻസ് നടുവേദനക്കാരിൽ കാണുന്നുണ്ട്. അത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഉടനടി സർജറി ആവശ്യമായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. എന്നാൽ ബാക്കിയുള്ള നടുവേദനകളിൽ നമുക്ക് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിലൂടെയും അതേപോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, എക്സസൈസിലൂടെ ഒക്കെ തന്നെ ഈ ഒരു പാരാലിസിസിലേക്കൊക്കെ പോകുന്ന അവസ്ഥ ഒഴിവാക്കാനായിട്ട് സാധിക്കും.